നമസ്കാരം. മാന്യരെ, നന്മ 2011 ജൂലൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. 2011 ഡിസംബർ ആയപ്പോഴത്തേക്ക് അതൊരു വർക്കിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്തു, സെൻട്രൽ കമ്മിറ്റി. ആ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടനയിൽ പറയുന്നതനുസരിച്ച് നമ്മൾ ചാരിറ്റി ചെയ്യുന്നു. അതോടൊപ്പം ചാരിറ്റി ചെയ്തതിനോടൊപ്പം തന്നെ നന്മയുടെ അംഗങ്ങളുടെ വെൽഫെയറും ഇൻഷുറൻസ് പരിരക്ഷയും എല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെൽഫെയർ ഫണ്ട് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഫേസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഫേസ് അടുത്ത മാസമാണ് ബുക്ക് ചെയ്യുന്നത്. ഇത് എങ്ങനെ ബുക്കിംഗ് പോകുന്നതെന്ന് വെച്ചാൽ, ഇത് 12 മാസം വരെ നമ്മൾ അടയ്ക്കുന്ന മെമ്പർഷിപ്പ്, അത് സൊസൈറ്റിയുടെ ചാരിറ്റിക്ക് വേണ്ടി 100%. 13ാമത്തെ മാസം മുതൽ വരുന്ന 25 റിയാലിൽ നിന്ന് 10% സഹായ നിധിയിലേക്കും 10% വെൽഫെയറിലേക്കും അംഗങ്ങൾക്ക്. അതായത് 25 റിയാൽ നിങ്ങൾ അടയ്ക്കുമ്പോൾ 25 റിയാലിൽ നിന്ന് 2.5 റിയാൽ വെൽഫെയറിലേക്കും 2.5 സഹായ നിധിയിലേക്കുമായിട്ട് മാറ്റി അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. SBI ആണ്. ആ അക്കൗണ്ടിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഫണ്ട് സൊസൈറ്റിക്കോ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മറ്റംഗങ്ങൾക്കോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ 2 അതോറിറ്റി സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നുള്ളവരാണ്, അത് ഇവിടെ ഉള്ളവരുമാണ്. ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് നമ്മൾ പോകാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഈ അടുത്ത സമയത്തായിട്ട് നമുക്ക് 2 ഇൻസിഡൻറ്റുകളുണ്ടായി. 2 അല്ല 3 ടോട്ടൽ ഉണ്ടായി. ഒരെണ്ണത്തിന് നമ്മൾ 25,000 നാട്ടിൽ പേ ചെയ്തു. അടുത്തൊരെണ്ണം നമ്മൾ അടുത്ത 2 ഈ മാസം പേ ചെയ്യാണ്. ഒരാൾ ഇലക്ട്രിക്കൽ ഷോക്കേറ്റ് കൈ ഭാഗികമായിട്ട് വലത്തേ കൈ പോവുകയും മറ്റൊരാൾ നമ്മുടെ മെമ്പർ മരണമടയുകയും ചെയ്യും. അപ്പോൾ ആ കുടുംബങ്ങൾക്ക് വേണ്ടി 25,000 രൂപയും, അതിലൊരു കുടുംബം മിസ്റ്റർ നിസാർ 210 രൂപ വെൽഫെയറിൽ ബുക്കാവുകയും അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് ബാങ്ക് തരുന്ന പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് 18% കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 215 റിയാൽ നമ്മൾ അദ്ദേഹത്തിന് 215 രൂപ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. പ്ലസ് സൊസൈറ്റിയുടെ ഭരണഘടന പറയുന്ന രീതിയിൽ 25,000 രൂപ മിനിമം അദ്ദേഹത്തിന് സഹായമായിട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹായമായിട്ട് ചെയ്യണം. ഈ പൈസ അവരെ കുടുംബം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവർ സൊസൈറ്റിയിൽ എത്തുകയോ ഒന്നും ചെയ്യില്ല. അത് നമ്മുടെ ഒരു ഹിഡൻ അജണ്ടയാണ്. ഈ ഫോം അനുസരിച്ച് ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ട അവരുടെ കൊടുക്കാനുള്ള വെൽഫെയർ ബുക്ക് അയക്കുന്ന ഫണ്ടും ഈ പറഞ്ഞിരിക്കുന്ന അതോറിറ്റികൾ സൈൻ ചെയ്ത് ഇതിൻ്റെ പേയ്മെൻറ്റ് വൗച്ചർ നമ്മൾ ഉണ്ടാക്കി അവരുടെ ചെക്കും ഇതേ അക്കൗണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം ആ ചെക്കും റിലീസ് ചെയ്യേണ്ടത്. അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം ആ റെസിപ്റ്റ് വൗച്ചറിൽ അവരുടെ സിഗ്നേച്ചറുമാണ്. അതാണ് നമ്മുടെ പ്രോസസ്സ്. ആ പ്രോസസ്സ് അടുത്ത മാസം തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫണ്ടുകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മൾ ഒരു വർഷത്തിൽ അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ, ഒരു വർഷത്തിൽ 2-3 ഇൻസിഡൻറ്റ് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രഗ്നൻ്റ് ആണെങ്കിൽ തന്നെ അവർക്ക് ഒരു 20,000 രൂപ, ആക്സിഡൻറ്റ് സമയത്ത് അവർ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു 20,000 രൂപ ഹോസ്പിറ്റൽ ചെലവിനായിട്ട് അങ്ങനെയുള്ള അവയവങ്ങൾ നഷ്ടപ്പെട്ടാൽ അവർ നൽകുന്നത്. 1,75,000 രൂപ മാക്സിമം, കുറഞ്ഞത് 25,000. അപ്പോഴങ്ങനെ ഒരു പോളിസിയിലേക്ക് നമ്മൾ അടുത്ത മാസം തന്നെ പോകും. അത് നമ്മുടെ ലീഗൽ അഡ്വൈസറി കൊടുത്തേക്കാണ്. പുതിയൊരു അഡ്വൈസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് പ്രൊസീഡ് ചെയ്യാൻ. അടുത്തതായി വെൽഫെയറിന് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ്, ഫസ്റ്റ് ഫേസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് വെറും 52 പേര് മാത്രമേ അതിൽ അർഹത നേടിയിരുന്നുള്ളൂ. ഇനി അടുത്ത ഈ ഫേസിലേക്ക് നമ്മൾ അടുത്ത മാസം ബുക്ക് ചെയ്യുകയാണ്. അതിലേക്ക് എനിക്ക് തോന്നുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 100-150 പേരോളം വരുമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ പറഞ്ഞിരുന്നു, ഒരു വർഷത്തിലൊരിക്കൽ ഒരു മെമ്പറിൽ നിന്ന് 100 റിയാൽ വാങ്ങി ഇതിൻ്റെ ധനസ്ഥിതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് കടന്നു. അത് കുറച്ച് പേര് തന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരാരും തന്നിട്ടില്ല. തന്നാൽ അവരവരുടെ പേരിലായിരിക്കും അത് ബുക്കാവുന്നത്. സൊസൈറ്റിയിൽ ഒരു കോമൺ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവരവരുടെ നമ്മൾ ഈ കാണിച്ച ഫോം അനുസരിച്ചുള്ള ഫോം ഫില്ല് ചെയ്ത് അവരവർക്ക് ഒരേ മെമ്പേഴ്സിനും ഒരേ ഫയൽ വീതം ചാത്തങ്ങൾ നമ്മുടെ ഓഫീസിൽ ഓപ്പൺ ആക്കണം. അതിനാണ് നിങ്ങളുടെ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം വാങ്ങുന്നത്. നമുക്ക് ഇൻഷുറൻസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി 2 ഫോട്ടോ പ്ലസ് നിങ്ങളുടെ നോമിനിയുടെ പേര്, ഈ ഫോം ഫില്ല് ചെയ്ത് ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളൊന്ന് കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇനിഷ്യൽസ് ആയിരിക്കും. പാസ്പോർട്ടിൽ എങ്ങനെയാണോ ആ പേര് പാടി ചെയ്തിരിക്കുന്ന അതേ രീതിയിലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. ആ രീതിയിലായാലും നമ്മൾ ആ ചെയ്യുന്ന ഇൻഷുറൻസ് നമുക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ വാലിഡിറ്റി ഉണ്ടാവും. എന്നാലേ നമുക്ക് ആ പൈസ കളക്ട് ചെയ്യാം. നന്മയിലേക്ക് പുതിയ കുറച്ച് ഭാരവാഹികളെ നമ്മൾ കണ്ടെത്തി. പലരോടും ചോദിച്ചു, പലരും റിജക്റ്റ് ചെയ്തു, ചിലർ അംഗീകരിച്ചു. അവരെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് പുതിയ രീതിയിൽ ഒരു ഭരണസമിതി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും മറ്റുള്ള ഭാരവാഹികൾക്കും സ്വാഗതം ഞാൻ നേരുന്നു. ഈ സന്ദർഭത്തിൽ
ഒന്ന് എഴുന്നേൽക്കാനാകാതെ അല്ലെങ്കിൽ കയ്യെത്തി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയാതെ കാലൊന്ന് ഇപ്പോൾ വെക്കേഷൻ പോയിട്ട് വന്നപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. വാർദ്ധക്യത്തിൻ്റെയും രോഗത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അവസ്ഥയിൽപ്പെട്ട് കിടക്കുന്ന കുറേയേറെ ചെറുപ്പക്കാർ. അതിൽ എടുത്തു പറയാൻ കുറച്ച് പേരുണ്ട്. ഇവിടെ അതിൻ്റെ ഫോട്ടോസുണ്ട്, നമ്മളത് കൂടുതൽ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അരയ്ക്ക് താഴെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വയ്യാതെ ഒരേപോലെ ചരിഞ്ഞു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇതുപോലെ അവരവരുടെ കുറ്റത്തിലല്ല, ഒരു മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മരം മുറിഞ്ഞ് ഈ മരത്തിൽ വന്നടിച്ച് താഴെ വീണ് അന്നു മുതൽ കിടക്കുന്ന ആൾ. ഞാൻ പോയി കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസരം ഞാൻ വീൽ ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. ആ വീൽ ചെയറിൻ്റെ ഓപ്പോസിറ്റ് ഒരു കസേര ഇട്ടിട്ട് അതിനകത്തൊരു തലയണ വെച്ചിരിക്കുന്നു. ആ തലയണയിൽ അയാൾ അങ്ങോട്ട് ചവിട്ടിയിരിക്കുകയാണ്. ആ ചവിട്ടിയതിനിടയിൽ ആ പാദത്തിനിടയിലായിട്ട് 2 സ്പ്രേ കുത്തി. അതിനെന്തോ ചലനത്തിന് വേണ്ടിയാണ്. ഈ പൊസിഷനിൽ ഇരുത്തിയിരിക്കുകയാണ് ആൾ. രാവിലെ എഴുന്നേറ്റ് ഇരുത്തും, ഉച്ചയ്ക്ക് തിരിച്ച് കിടത്തും, വീണ്ടും വൈകുന്നേരം എഴുന്നേറ്റ് ഇരുത്തും. ആൾ ചെറുപ്പമാണ്, മകളുണ്ട്, മകളെ കെട്ടിച്ചിട്ടില്ല. ആ വീടിൻ്റെ വരുമാനം നിന്നുപോയി. അവർക്കാണ് നമ്മളുടെ ഈ ഇത് ചെന്ന് എത്തുന്നത്. നമ്മളുടെ അർഹമായ രീതിയിലാണ് ചെന്നെത്തുന്നത്. മുറിവേറ്റവൻ്റെ ഹൃദയത്തിൽ സ്നേഹസ്പർശം പോലെ നമുക്ക് തടവാൻ കഴിയുന്നുണ്ട്, നന്മയ്ക്ക് തടവാൻ കഴിയുന്നുണ്ട്. അത് എത്തേണ്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. പലർക്കും ഇപ്പോഴും പറയുന്നവരുണ്ട് അർഹതയില്ലാത്തവരുണ്ടെന്ന്. പക്ഷേ നേരിട്ട് പോയി നമ്മൾ കാണണം, നമ്മൾ കുടുംബവുമായി അവരെ പോയി കാണണം. ജഗദീശ്വരൻ നമ്മുടെ മുന്നിൽ എവരെ കാണിച്ചിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, നമ്മൾ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് അവരെ നമ്മുടെ മുമ്പിൽ കിടത്തിയിരിക്കുന്നത്. വേണ്ട, അരമണിക്കൂർ അല്ല 1 മണിക്കൂർ ഒരു ദിവസത്തിൽ ഒന്ന് ശ്രമിക്കുക, നന്മ വിജയിച്ചു പോകും. കൂടുതലൊന്നും വേണ്ട. നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്തെന്ന് നോക്കി അവനെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ പോയില്ല, അവൻ വന്നില്ല ഞാൻ പോയില്ല, അത് പാടില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്കിതിലെന്ത് ചെയ്യാൻ പറ്റും, അത് ഞാൻ ചെയ്യും. അങ്ങനെ ഒരു നിശ്ചയമെടുക്കുക. എല്ലാവരും അങ്ങനെ ചെയ്യാം. ദൈവം ഒരു കുറവും നമുക്ക് വരുത്തത്തില്ല. ഇത് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യലാണ്. ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ മാനേജറെ വിളിച്ചിരുന്നതാണ്. പുള്ളി മറ്റൊരു കാര്യത്തിന് വേണ്ടി പോകേണ്ടിയുള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് ഇതിനെ വലിയ വിജയമാക്കി തീർക്കണം. ഇന്ന് ആളിൻ്റെ ഈ കുറവ് നമുക്ക് പെരുന്നാളിന് നമ്മൾ അടുത്ത ജനറൽ ബോഡി ചിലപ്പോൾ ദമാമിലായിരിക്കാം. പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ദമാമിലേക്ക് മാറണമെന്ന്. അത് സാധിക്കാതെ വരികയാണ്. അവിടെ ഉള്ളവർക്ക് വിഷമമുണ്ട്, ഇവിടെ എത്തിച്ചേരാൻ പാടാണ് അവർക്ക്. അതുകൊണ്ട് ചിലപ്പോൾ അടുത്തത് ദമാമിലേക്ക് ആകാം. എല്ലാവരും അതിന് തയ്യാറാവണം. കുറച്ച് പേര് ബസ്സിലും അല്ലാതെയൊക്കെ പോയി നമുക്കത് അവിടെ വിജയിപ്പിക്കണം. അടുത്തത് അങ്ങനൊരു പ്ലാനുണ്ട് ദമാമിൽ ചെയ്യാമെന്ന്. ഇപ്പോൾ ഈ നന്മയുടെ ഈ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. 15,375 സൗകര്യമാണ് 2011. 2012 43,125. 2013 ബില്ലായിട്ടില്ല, അതുകൊണ്ട് ആ കണക്കില്ല. നമ്മൾ ചെയ്ത ചാരിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ചാരിറ്റി നമ്മൾ ചെയ്തിരിക്കുന്ന 6,76,983 രൂപ ഇതുവരെ ചെയ്തു. 2011-12 ചെയ്തത്. അത് ഓരോന്നിനെയും വിശദമാക്കണം. അതായത് ഫുഡിന് നമ്മൾ കൊടുത്തത് 77,700 രൂപ, മെഡിക്കലിന് കൊടുത്തത് 4,45,900 രൂപ, എഡ്യൂക്കേഷന് കൊടുത്തത് 73,160 രൂപ, മാരേജിന് കൊടുത്തത് 2,000 രൂപ, എയർ ടിക്കറ്റിന് വേണ്ടി 25,623 രൂപ, വീൽ ചെയർ വിതരണത്തിന് കൊടുത്തത് 27,600 രൂപ, പിന്നെ വെൽഫെയർ റിലീഫ് ഫണ്ട് 25,000 രൂപ. അങ്ങനെ 6,76,883 രൂപ 2012 നമ്മൾ ചിലവാക്കിയിട്ടുണ്ടെന്ന്. ഫുഡിന് വേണ്ടി 7,000 ഇതുവരെ ചിലവാക്കി, മെഡിക്കലിന് 70,600 രൂപ ചിലവാക്കി, എഡ്യൂക്കേഷന് വേണ്ടി 6,200 രൂപ ചിലവാക്കി. അങ്ങനെ മൊത്തം 2013 83,800 രൂപ നമ്മൾ ചിലവാക്കേണ്ടത്. ഇതുവരെ നമ്മൾ കൂടുതൽ പൈസ ചിലവാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സ്പെഷ്യൽ ഫണ്ട് പിരിച്ചത് 2012 32,315 റിയാൽ തിരിഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ 2012 കാലഘട്ടം